ഇത് നമ്മൾ ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഊർജ്ജ സ്രോതസ്സിൽ നിന്ന് ഒരു ഊർജ്ജ രീതിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മൾ മാറുമ്പോൾ ഒരു ട്രാൻസിഷൻ ജസ്റ്റിസ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതായത് പഴയ സ്രോതസ്സുകൾ ഉപയോഗിച്ചിരുന്ന ആളുകളെ പുതിയതിലേക്ക് മാറാൻ അവരെ യോഗ്യരാക്കുക, അവരെ എക്യുപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പം ഇവിടെ സർക്കാർ അടിച്ചേൽപ്പിക്കുകയാണ്. ഇതൊരു ചോയ്സായിട്ട് പോലുമല്ല നമ്മുടെ മുന്നിൽ തരുന്നത്. ഇത് നിർബന്ധമായി നിങ്ങൾ വാങ്ങിയേ പറ്റൂ. അത് 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ ചെല്ലുന്ന ഒരു മനുഷ്യരോട്, ശരാശരിക്കാരനോട്, സാധാരണക്കാരനോട് അടിച്ചേൽപ്പിക്കുകയാണ് 20% എത്തനോൾ അടക്കം. അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ, ഈ വാഹനത്തിൻ്റെ സുരക്ഷയോ വാഹനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്ക് കിട്ടുന്ന മൈലേജോ ഇതൊന്നും സർക്കാരിൻ്റെ പ്രശ്നമല്ല. സർക്കാർ ഇപ്പം നമ്മൾ നോക്കുക, ഈ BJP എന്ന് പറയുന്ന പാർട്ടി അവർ തന്നെ അവകാശപ്പെടുന്നത് കുടുംബവാഴ്ചയ്ക്കൊക്കെ എതിരായിട്ട് വലിയ പോരാട്ടം നടത്തി വന്ന ആളുകളാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ കുടുംബങ്ങൾ ഇപ്പം എന്താ? ഇതിൽ മാത്രമല്ലല്ലോ, എത്രയോ BJP നേതാക്കന്മാരുടെ മക്കൾ ഈ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുള്ള സകല തലതിരിഞ്ഞ പരിഷ്കാരങ്ങളുടെയും ഗുണഭോക്താക്കളായിട്ട് മാറുകയല്ലേ. നേരത്തെ ശബരിനാഥ് സംസാരിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് കുറ്റം പറയാനില്ല. കാരണം അദ്ദേഹം ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. ഈ സിസ്റ്റത്തിൻ്റെ കീഴിൽ ഫ്രാഞ്ചൈസി ആയിട്ട് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. അതുകൊണ്ട് നമുക്കൊക്കെ പറയാൻ പറ്റുന്ന അത്ര നിർഭയമായിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം ചില കാര്യങ്ങൾ, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ സമ്മതിച്ചു എന്നത് തന്നെ ഇതിൽ വലിയൊരു കാര്യമാണ്. കാരണം എന്താ അറിയോ, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ നോക്കുക, ഇതിന് സമാനമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നോട്ട് നിരോധനം മാത്രമേ ഉള്ളൂ. കാരണം നോട്ട് നിരോധനവും ഇതുപോലെ ആർബിട്രറി ആയിരുന്നു, ഏകപക്ഷീയമായിരുന്നു, സാധാരണ മനുഷ്യൻ്റെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കലായിരുന്നു. പക്ഷെ അന്ന് അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ നമുക്ക് പറ്റിയില്ല. കാരണം കള്ളപ്പണത്തിനെ വെളുപ്പിക്കുക, അല്ലെങ്കിൽ കള്ളപ്പണത്തിനെ പിടിച്ചെടുക്കുക, കള്ളപ്പണമില്ലാത്തൊരു ഇന്ത്യ എന്നൊക്കെ പറയുന്ന കുറേ മായികമായ വാഗ്ദാനങ്ങൾ നമ്മൾ മയങ്ങിപ്പോയി. പക്ഷെ ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. ഇപ്പം നേരത്തെ നിജേഷൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു മാറ്റം ഈ രാജ്യത്തുണ്ടല്ലോ. ജനങ്ങൾ അസംതൃപ്തരാണ്, പണ്ടത്തതിനേക്കാൾ ജനങ്ങൾ അസ്വസ്ഥരാണ്. അപ്പം ഈ അസ്വസ്ഥരായ ഒരു ജനത, കാരണം അത് ഈ പാറ്റകളുടെ സമരത്തിൽ നിന്ന് തുടങ്ങിയ ഒരു വലിയൊരു അസംതൃപ്തി, കാര്യങ്ങളെ വിമർശനപരമായി കാണാനുള്ളൊരു കഴിവ് ഈ രാജ്യത്തുണ്ട് എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് മധ്യപ്രദേശിലും ബീഹാറിലും ഉണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. അപ്പോൾ ATM ചതിച്ചിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ജനവിധി എന്നേ മറ്റൊന്നാകുമായിരുന്നു ഈ രാജ്യത്ത്. പക്ഷെ ഇന്നിപ്പോൾ കുറെ കൂടി വ്യക്തമായി താഴെത്തട്ടിൽ സമരങ്ങൾ നടക്കുന്നു, ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ആ ജനങ്ങൾ മാറി തുടങ്ങി. കാരണം ജനങ്ങൾ ഉണരുക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ടല്ലോ. കാരണം നീണ്ട ഒരു ഉറക്കത്തിലായിരുന്നു രാജ്യം കുറേ കാലമായിട്ട്. ഈ മനുഷ്യരെ നേരിട്ട് അവരുടെ ജീവിതത്തിലേക്ക് വരുന്നു, അവരുടെ പോക്കറ്റ് അടിക്കുകയാണ്. നമ്മൾ നോക്കുക, നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ പണ്ട് 2 തരത്തിലുള്ള പണക്കാരെ കാണാം. ഒന്ന് ഈ വ്യാജച്ചാരായമൊക്കെ ഉണ്ടാക്കി വിറ്റുന്ന വാറ്റുകാർ. മറ്റൊരു കൂട്ടർ ഈ പെട്രോള് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും, എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും മായമൊക്കെ ചേർത്തിട്ട് ഈ മായം ചേർത്ത പെട്രോള് വലിയ വിലയ്ക്ക് വിൽക്കുന്ന സ്ഥലങ്ങൾ, പലപ്പോഴും പെട്രോൾ പമ്പൊക്കെ ഒരുപാട് ദൂരത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ പോയാൽ ഇത്തരക്കാരാണ്, ഇടനിലക്കാരാണ് പണം മേടിച്ച് തടിച്ചു കൊടുക്കുക. ഇതൊക്കെ ശരി തട്ടിപ്പിൻ്റെ ഏറ്റവും ആസൂത്രിതമായ ഗ്രാമീണ രൂപങ്ങളാണ് ഈ മനുഷ്യർ. ഇന്ന് നമ്മൾ നോക്കുക, ഈ മായം ചേർത്ത പെട്രോള് നാട്ടുംപുറത്ത് വിൽക്കുന്ന ഒരു ശരാശരിക്കാരനും ഒരു തട്ടിപ്പുകാരനും സർക്കാരും തമ്മിൽ എന്താണ് വ്യത്യാസം? സർക്കാർ പോക്കറ്റ് അടിക്കുന്നു. സർക്കാർ നമ്മളുടെ മുകളിൽ ഒരു ചോയ്സ് പോലും തരാണ്ട് ഈ എത്തനോൾ എന്ന് പറയുന്ന സാധനം അതിൻ്റെ എല്ലാ അഡ്വേഴ്സ് എഫക്റ്റും മറച്ചു വെച്ചുകൊണ്ട് അടിച്ചേൽപ്പിക്കുന്നു. മിണ്ടാതെ ഉരിയാടാതെ നിങ്ങളുടെ പണം തന്ന് ഞങ്ങൾ തരുന്നത് വാങ്ങിച്ചുകൊണ്ട് പോയി നിന്റെ വാഹനത്തിൽ ഉപയോഗിക്കുക, അതിൻ്റെ പേരിൽ വരാവുന്ന മുഴുവൻ നഷ്ടങ്ങളും നിങ്ങൾ വഹിക്കുക എന്ന് പറയുമ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ ഇതാണ് സ്വേച്ഛാധിപത്യം. ഇതാണ് ഒരു ജനതയുടെ മുകളിൽ അവരുടെ പ്രതികരിക്കാനുള്ള അവകാശത്തിൻ്റെ മുകളിൽ, അവരുടെ തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തിൻ്റെ മുകളിൽ, അവരുടെ നിലനിൽപ്പിൻ്റെ മുകളിലൊക്കെയുള്ള ഭരണകൂടത്തിൻ്റെ കടന്നുകയറ്റം എന്ന് പറയുന്നത്. ഇവിടെയാണ് പൗരസ്വാതന്ത്ര്യത്തിൻ്റെ നിഷേധം, ഇവിടെയാണ് ഉപഭോക്താവിൻ്റെ ചോയ്സിൻ്റെ മുകളിലുള്ള നിഷേധം, ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ട്രാൻസിഷൻ ജസ്റ്റിസ്. കാരണം എല്ലാ കാലത്തും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഊർജ്ജ സ്രോതസ്സുകൾ മാറി വരുമ്പോൾ അത് അഡാപ്റ്റ് ചെയ്യാനുള്ള മനുഷ്യൻ്റെ ക്രയശേഷിയുണ്ട്. ഇപ്പം നിഷാദ് തന്നെ പറഞ്ഞു, നിഷാദിൻ്റെ വാഹനം 7 വർഷമായി, എൻ്റെ വാഹനം 5 വർഷമായി. നമുക്കിപ്പോൾ എല്ലാ കൊല്ലം വാഹനം മാറ്റിക്കൊണ്ടു നടക്കാൻ പറ്റുന്ന ആളുകളല്ല നമ്മൾ. അപ്പം നമുക്ക് ഒരു വാഹനം മേടിക്കുമ്പോൾ മിനിമം ഒരു 10-15 വർഷമെങ്കിലും നമുക്കതൊരു നല്ല നിലയിൽ ഉപയോഗിക്കാനുള്ള മുഴുവൻ ഫെസിലിറ്റിയും അതിന് വേണ്ട ക്വാളിറ്റി റെസ്ട്രിക്ഷൻസ് എല്ലാം ഗവൺമെൻറ് ഉറപ്പുവരുത്തണ്ടേ? ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം സർക്കാർ പിന്നോക്കം പോവുകയല്ലേ? ശരിക്കും വാഹന നിർമ്മാതാക്കൾ പോലും ഒരു വാഹനത്തിൻ്റെ മുകളിൽ ഗുണമേന്മയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പൗരൻ്റെ അവകാശമാണ്. കാരണം നമ്മൾ ഒരുപാട് പണം കൊടുത്താണ്, നല്ലൊരു പങ്ക് ആളുകളും ബാങ്കിൽ നിന്ന് വായ്പയൊക്കെ എടുത്തിട്ടാണ് ഈ വാഹനം മേടിക്കുന്നത്. ഒരു വാഹനത്തിൻ്റെ യഥാർത്ഥ വിലയുടെ എത്രയോ അധികമാണ് മനുഷ്യൻ കൊടുത്തു തീർക്കുന്നത്. ഒരു ആയുസിൻ്റെ നല്ലൊരു പങ്കും വാഹനം മേടിച്ചതിൻ്റെ അതിന് പലിശയും
കൂട്ടുപലിശയും അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് പല മനുഷ്യരും അവരുടെ ജീവിതം നശിപ്പിച്ചു കളയുന്നത്. അങ്ങനത്തെ ഒരു നാട്ടിലാണ് ഈ മനുഷ്യരെ പോക്കറ്റ് അടിക്കുക മാത്രമല്ല അവന്റെ വലിയൊരു സ്വപ്നമായ വാഹനത്തെ, അത് ഇരുചക്ര വാഹനമാവട്ടെ 4 ചക്ര വാഹനമായിട്ട് ഒരു കുടുംബത്തിനൊരു വാഹനം വരിക വെച്ചാൽ ഒരുപാട് പേരുടെ സ്വപ്നമാണ്, ഒരുപാട് പേരുടെ കഠിനാധ്വാനമാണ്.